വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാൻ വന്നേക്കാം കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മലയാറ്റൂർ കോടനാട് പാലമില്ലേ, ആ പാലത്തുമ്പോൾ നിന്നിട്ടാണ് സംസാരിക്കണം. അപ്പോൾ ഇപ്പം എൻ്റെ കൂടെ ഗഡീസ് ഉണ്ട്. ഗഡീസ് അങ്ങോട്ട് നടന്നു പോയി അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സന്തോഷ വാർത്തയുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ വന്നു വെച്ചാൽ ഇവിടെ വന്നതല്ല, ഇവിടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. ഫോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കലാണ്ട് ഫോട്ടോഷൂട്ട് ഒന്നല്ല. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞു. ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നിൽക്കാം. മിക്കു വീട്ടിലാണ്. പിന്നെ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. ക്രിസ്മസിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ നക്ഷത്ര തടാകത്തിൻ്റെ ഇത് തുടങ്ങാണ്, കാർണിവൽ തുടങ്ങാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ആളുകൾ പോകുന്നുണ്ട് കേട്ടോ. ഞാൻ 2 വർഷം മുൻപ് കാർണിവലിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ 2 വർഷമായിട്ട് കൊറോണ ആയതുകൊണ്ട് കാർണിവൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞിപ്പോൾ പിന്നെയും കാർണിവൽ തുടങ്ങിയേക്കാണ്. ഒത്തിരി ജനം വന്നുകൊണ്ടിരിക്കണേ. ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറേ ആളുകൾ പല സ്ഥലത്തു നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ കാണിച്ചു തരാം. പിന്നെയുള്ള സന്തോഷ വാർത്ത എന്താണെന്ന് ഞാൻ നാളെ പറയാം നിങ്ങളുടെ അടുത്ത്. എൻ്റെ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് നടക്കാൻ പോണത്. ആ ആഗ്രഹം നടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് യൂട്യൂബിൽ നിന്നൊക്കെ വിട്ട് നിന്നത്. കുറേ തിരക്കായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇന്നലെ ആട്ടോ ഗഡീസ് വന്നത്. ഇന്നലെ മിനിഞ്ഞാന്നാണ് ഗഡീസ് വന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറേ വലിച്ചു നീട്ടണമെന്നില്ല. നേരെ നമുക്ക് ഇന്നത്തെ കാർണിവലിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. ഓക്കെ. അപ്പോൾ ഇതേ ഗഡീസോടെ നിൽക്കണ്ട കേട്ടാ. കഴിഞ്ഞു അഭിനയം മനുഷ്യൻ. അപ്പം ഞങ്ങളെ ഇവിടെ കാർ അവിടെ ഇട്ടുകൊണ്ട് ഈ പാലത്തിൻ്റെ അവിടെ നടന്നിട്ട് പോവാൻ വേണ്ടിയിട്ട് വന്നതാ. അപ്പം ഈ കാഴ്ചകൾ കാണുകയും ചെയ്യാം. ഇവിടെ കുറേ ആളുകൾ ഈ പാലത്തിൻ്റെ ഇവിടെയൊക്കെ വന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം കാഴ്ചകൾ കാണുകയും ചെയ്യാം, ആസ്വദിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്യാമെന്ന് വിചാരിച്ചു. രണ്ടു വർഷമൊക്കെയായിട്ട് കൊറോണ കാരണം ഇല്ലാണ്ടിരുന്നിട്ട് പ്രാവശ്യം അവിടേക്ക് കടക്കാൻ പറ്റുള്ളൂ പറയണ്ട. എന്താവും അറിയില്ല. നമുക്ക് പോയി നോക്കാം അല്ലേ? അവിടെ കാര്യമായിട്ട് അവിടേക്ക് കടക്കാൻ പറ്റുള്ള എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണെന്ന് പറയുന്നുണ്ട്. അപ്പുറത്തെ സൈഡിലൊക്കെ, ഈ സൈഡിൽ അത്ര അങ്ങോട്ട് ബ്ലോക്ക് ആയിട്ടില്ല. പാട്ട് പാടുന്നുണ്ട്. പാട്ട് ഇപ്പൊ പിന്നെ മറ്റേ പ്രസംഗവും ഉദ്ഘാടനം അതൊക്കെയാ. അപ്പൊ പിന്നെ അതത്ര കാണാൻ വലിയ നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അല്ലേ. ഞങ്ങൾ വീടിന്റെ ഫ്രണ്ടിലിരുന്നും കൊണ്ട് പരിപാടികൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മീൻസ് ആളുകൾ പോണതും ഒക്കെ. അപ്പൊ ഇനി നമുക്ക് അവിടെ പോയിട്ട്
നട്ടൂല അതോലോട് വിക്കോ വിക്കോ. വീട്ടിലില്ല അവര് ചെറിയൊരു പപ്പാഞ്ഞിൽ അവിടെ ഒരു ലൈറ്റ് വയ്ക്കില്ലായിരുന്നു അല്ലേ? നോക്ക് നോക്ക് നാണം കിടക്കും. നാണം കെടുത്ത ഭയങ്കര